ഗുഡ് ഈവനിങ്. വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ആദ്യം ബാങ്ക് എന്താണ് എന്ന് ഒന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബാങ്ക് എന്താണെന്ന്. എന്താണ് ബാങ്ക്? നമ്മളുടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇതുവഴിയാണ്, ബാങ്കിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് ബാങ്കിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. Bank is a financial institution licensed to receive deposits and make loans. Banks may also provide financial services such as wealth management, currency exchange and safe deposit boxes. ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ എന്താണ്, ലൈസൻസ്ഡ് ആണ്. അതെന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് മേ ആൾസോ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ് സച്ച് ആസ് വെൽത്ത് മാനേജ്മെൻറ്റ്, കറൻസി എക്സ്ചേഞ്ച് ആൻഡ് സേഫ് ഡെപ്പോസിറ്റ് ബോക്സസ്. ബാങ്ക്സ് എന്ത് ചെയ്യുന്നു? ഒരുപാട് ഫിനാൻഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? വെൽത്ത് മാനേജ്മെൻറ്റ്, കറൻസി എക്സ്ചേഞ്ച് ആൻഡ് സേഫ് ഡെപ്പോസിറ്റ് ബോക്സസ്. നമുക്കറിയാം ബാങ്ക് നമുക്ക് എന്തെല്ലാം സർവീസുകളാണ് ചെയ്തു തരുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് സേഫായിട്ടുള്ള സ്ഥലത്ത്. അതുപോലെ തന്നെ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി ടൈപ്പ് ഓഫ് ബാങ്ക്സ് ആണ്. അതിനകത്ത് കുറേ ബാങ്ക്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, ക്രെഡിറ്റ് യൂണിയൻസ്, സേവിങ് ആൻഡ് ലോൺസ്, മ്യൂച്വൽ ബാങ്ക്സ്, ഓൺലൈൻ ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്സ്, പിന്നെ റീറ്റെയിൽ ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ബാങ്ക്സുകൾ പറയുന്നുണ്ട്. അതിനകത്ത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പം നമ്മളിന്ന് പഠിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിനെ എന്താണെന്ന് നോക്കാം. എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, ഓഫർ ചെക്കിംഗ് അക്കൗണ്ട് സർവീസസ്, makes various loans and offers basic financial products like certificates of deposits and saving accounts to individuals and small business. ഇപ്പോൾ എന്താണ്? ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദാറ്റ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റുകൾ ഇതെന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ അതേപോലെ ഇനി ഓഫർ ചെക്കിംഗ് അക്കൗണ്ട് സർവീസ്, മറ്റ് അക്കൗണ്ട് സർവീസുകൾ ഇതെന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഓഫർ ബേസിക് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ലൈക്ക് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്. നമുക്കെന്താണ്? ഡെപ്പോസിറ്റ് ഇടുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ്സുകളൊക്കെ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്ത് നൽകുന്നു. സേവിങ് അക്കൗണ്ട് നൽകുന്നു. അങ്ങനെ എല്ലാവിധ ആക്ടിവിറ്റീസുകളും ബാങ്കിലെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നടത്തിത്തരുന്ന ഒരു ബാങ്കാണ് എന്തെന്ന് പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ SBIയും പിന്നെ എന്താണ് നമ്മുടെ ഇന്ത്യൻ ബാങ്കും എല്ലാം കൊമേഴ്ഷ്യൽ ബാങ്കിന് ഉദാഹരണമാണ്. അപ്പം നമുക്കിനി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. പ്രധാനമായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്കിന് 2 തരം ഫങ്ഷൻസാണ് ഉള്ളത്. പ്രൈമറി ഫങ്ഷനും സെക്കൻഡറി ഫങ്ഷനും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പ്രൈമറി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് പറഞ്ഞു, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് പറഞ്ഞു, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ 2 ഫങ്ഷൻസ് പറഞ്ഞു. അതിനകത്ത് പ്രൈമറി ഫങ്ഷനും സെക്കൻഡറി ഫങ്ഷനും ഉണ്ട്. അതിനകത്ത് പ്രൈമറി ഫങ്ഷനാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് ഫങ്ഷനാണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഫസ്റ്റാണ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ്. Accepting deposit is the important function of commercial bank is to receive money as a deposit from public. അപ്പോൾ എന്താ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് എന്തെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെത്. അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയും അത് നമ്മളുടെ ബാങ്കിൻ്റെ കയ്യിൽ വയ്ക്കുകയും അതിന്
ഒരു തുക ഇൻട്രസ്റ്റ് ആയിട്ട് നൽകുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ട്. അതിലൊന്നാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് ആൾസോ നോൺ ആസ് ടൈം ഡെപ്പോസിറ്റ്. ടൈം ഡെപ്പോസിറ്റ് എന്നാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. എമൗണ്ട് ഡെപ്പോസിറ്റ് ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം. എമൗണ്ട് ഫിക്സഡ് ചെയ്യുന്നത്, അതായത് നിക്ഷേപിക്കുന്നത് ഒരു നിശ്ചിത ടൈമിലേക്കായിരിക്കും. ഒന്നെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എന്നീ കാലാവധിയിലേക്കായിരിക്കാം നമ്മൾ എന്തോ ചെയ്യുന്നത്, എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി വിഡ്രോവൽ ഒൺലി ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ഫിക്സഡ് പീരീഡ്. അപ്പോൾ ഇത് നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ കഴിയുന്നത് എപ്പോഴായിരിക്കാം, നമ്മളുടെ ഒരു വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ 3 മാസമോ 6 മാസമോ കഴിയുമ്പോൾ മാത്രമായിരിക്കാം നമുക്ക് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് പണം പിൻവലിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണല്ലേ, നമ്മൾ ബാങ്കിൽ കൊണ്ടുവന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹൈ. അപ്പം ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് അവർ തരും. ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. അപ്പോൾ എന്തോ ചെയ്യും, അതുപോലെ തന്നെ അവരെന്തോ ഒരു റെസിപ്റ്റ് തരും. റെസിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ആ ബാങ്കിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ലോണൊക്കെ പ്രൊവൈഡൊക്കെ ചെയ്യുന്ന ബാങ്കുകളൊക്കെ ഉണ്ട്. ലോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ അതിനെന്ത് ചെയ്യണം, ഇൻട്രസ്റ്റൊക്കെ അടയ്ക്കണം. ഇനി ഇതാണ് നമ്മുടെ ഇപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു കോപ്പിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതാണ് സേവിങ് ഡെപ്പോസിറ്റ്. സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻറ്റൻഡഡ് ടു എൻകറേജ് ദ സേവിങ് ഹാബിറ്റ് ഓഫ് പീപ്പിൾ എമംഗ് ദ ജനറൽ പബ്ലിക്. നമ്മളുടെ ജനറൽ പബ്ലിക്കിൻ്റെ, അതായത് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ സേവിങ് ഹാബിറ്റ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഡെപ്പോസിറ്റാണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് കൊണ്ടുവന്നൊരു ഡെപ്പോസിറ്റാണ് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കസ്റ്റമർ ക്യാൻ ഡെപ്പോസിറ്റ് എനി എമൗണ്ട് ഓഫ് മണി അറ്റ് ദ എനി നമ്പർ ഓഫ് ടൈം. എത്ര തവണ വേണമെങ്കിലും എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മളുടെ കസ്റ്റമേഴ്സിന് നമ്മളുടെ സേവിങ് ഡെപ്പോസിറ്റിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പം സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എല്ലാ ആൾക്കാർക്കും, ഓരോ വ്യക്തിക്കും, ജനറൽ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒന്നാണ് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അവർക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവിങ് അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു തവണ ഡെപ്പോസിറ്റ് ചെയ്തു, ഈ മാസം ഒരു വട്ടം ചെയ്തുള്ളൂ ചെയ്തു, ഇനി വീണ്ടും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എത്ര വേണമെങ്കിലും നമുക്ക് സേവിങ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് വല്ലതും കിട്ടുമോ എന്ന് ചോദിച്ചാൽ എന്തുണ്ട്, കിട്ടത്തില്ല. ഓക്കെ, ഇനി അടുത്തതാണ് കറണ്ട് ഡെപ്പോസിറ്റ്. എന്താണ് കറണ്ട് ഡെപ്പോസിറ്റ്? കറണ്ട് ഡെപ്പോസിറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ കറണ്ട് ഡെപ്പോസിറ്റിനെ നമ്മൾ മറ്റൊരു പേര് അറിയപ്പെടുന്നത് എന്താണ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നാണ്, അല്ലെങ്കിൽ റണ്ണിങ് ഡെപ്പോസിറ്റ് എന്ന പേരിലും കറണ്ട് ഡെപ്പോസിറ്റിനെ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ദിസ് അക്കൗണ്ട് മെയിൻലി മെയിൻറ്റെയിൻഡ് ബൈ ദ ട്രേഡേഴ്സ് ആൻഡ് ബിസിനസ്മാൻ. ഈ അക്കൗണ്ട് പ്രധാനമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്മാൻമാരായിരിക്കും നമ്മുടെ കറണ്ട് ഡെപ്പോസിറ്റിൻ്റെ അക്കൗണ്ടുകൾ പ്രധാനമായും യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇൻ വിച്ച് ഡെപ്പോസിറ്റ് മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് എനി നമ്പർ ഓഫ് ടൈം ആൻഡ് ഫ്രം വിച്ച് മണി ക്യാൻ ബി വിഡ്രോവൽ ആസ് മെനി ടൈംസ്. നമുക്ക് ഈ ഒരു അക്കൗണ്ട് പ്രകാരം, കറണ്ട് ഡെപ്പോസിറ്റ് പ്രകാരം നമുക്ക് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് നടത്താനും എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, വിഡ്രോവൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇതെന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തില്ല, ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇവരൊക്കെ ബിസിനസ്മാൻമാരാണ്, വലിയ ഒരുപാട് കാശുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി, നമുക്ക് പഠിക്കാം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ബാക്കിയുള്ള ഡെപ്പോസിറ്റ് കൂടെ നോക്കാം. അപ്പം അതർ ഡെപ്പോസിറ്റ്, മറ്റുള്ള ഡെപ്പോസിറ്റാണ് റെക്കറിങ് ഡെപ്പോസിറ്റ്, ഡേ ഡെപ്പോസിറ്റ്, ഹോം സേഫ് ഡെപ്പോസിറ്റ്. ഇവയൊക്കെ എന്താണ്, മറ്റ് ഡെപ്പോസിറ്റുകളാണ്. പിന്നെ ഇനി അടുത്തതാണ് നമ്മൾ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് മാത്രമല്ല എന്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മണി ഇങ്ങോട്ട് വാങ്ങുക മാത്രമാണോ, അല്ല, അങ്ങോട്ടും മണി എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെൻഡിങ് മണി എന്ന പേരിൽ പറയുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയായിട്ടാണ് ലെൻഡിങ് കൊടുക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാങ്ക് ലോൺ. എന്ത് ചെയ്യുന്നു, ബാങ്കുകൾ നമ്മുടെ ജനറൽ പബ്ലിക്കിനായിട്ട് ലോൺസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എ ലോൺ ഈസ് ദ ആക്ട് ഓഫ് ഗിവിംഗ് മണി ടു അനദർ പാർട്ടി. ഇറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ലോൺ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പം എ ലോൺ ഈസ് ദ ആക്ട് ഓഫ് ഗിവിംഗ് മണി ടു അനദർ പാർട്ടി ഇൻ എക്സ്ചേഞ്ച് ഫോർ പേയ്മെൻറ്റ് ഓഫ് ലോൺ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. നമ്മൾ എന്തോ ചെയ്യുന്നു, പുറത്തുള്ള ഒരു വ്യക്തിക്ക് അനദർ പാർട്ടിക്ക് മണി എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു. ബാങ്കിൽ നിന്ന് ഒരു വ്യക്തിക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ആ പ്രിൻസിപ്പൽ എമൗണ്ടിനോടൊപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് നൽകുന്നു. ലോൺ ഗിവൻ ഫോർ ദ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ലോണിന് എന്തുണ്ടായിരിക്കാം, ഒരു ഫിക്സഡ് പീരീഡ് ടൈം ഉണ്ടാവാം. അല്ലെങ്കിൽ 1 വർഷം, അല്ലെങ്കിൽ 10 വർഷം, 5 വർഷം, 20 വർഷം, 25 വർഷം വരെയൊക്കെയുള്ള ലോൺ എന്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ലോൺ കൊളാട്രൽ ഈസിലി കൺവേർട്ടഡ് ഇൻ ക്യാഷ്. ലോൺ എന്ത് ചെയ്യാൻ പറ്റും, ലോൺ കൊളാട്രൽ നമുക്ക് ഈസി ആയിട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞു ഓവർ ഡ്രാഫ്റ്റ്. എപ്പം എന്താണ് ഓവർ ഡ്രാഫ്റ്റ്? നമ്മൾ മുമ്പേ എന്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഓവർ ഡ്രാഫ്റ്റിനെ പറ്റിയിട്ട്? കറണ്ട് അക്കൗണ്ട് പറഞ്ഞു. ബിസിനസ്മാനും ട്രേഡേഴ്സും ഒക്കെയാണ് പ്രധാനമായിട്ടും കറണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പം കറണ്ട് ഡെപ്പോസിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓവർ ഡ്രാഫ്റ്റ്. ടെമ്പററി ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ് പെർമിറ്റഡ് ടു വിഡ്രോവൽ മോർ ദാൻ ദ അക്കൗണ്ട് ബാലൻസ്, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ 3 പോയിൻറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ പോയിൻ്റ് നമുക്ക് ആദ്യം നോക്കാം. പെർമിറ്റഡ് ടു വിഡ്രോവൽ മോർ ദാൻ ദ അക്കൗണ്ട് ബാലൻസ്. നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ 10,000 രൂപ പോട്ടെ, 50,000 രൂപ ഉണ്ട്. നമ്മൾ ആരാണ്, ഒരു ബിസിനസ്മാനാണ്. നമുക്കിപ്പോൾ എത്ര രൂപയുടെ ആവശ്യമുണ്ട്, നമ്മൾക്കിപ്പോൾ ഒരു 80,000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പം എക്സ്ട്രാ ആയിട്ട് നമുക്ക് എത്ര രൂപ വേണം, 30,000 രൂപ എക്സ്ട്രാ ആയിട്ട് വേണം. അപ്പം നമ്മളുടെ കയ്യിലുള്ള 50,000 രൂപ പ്ലസ് 30,000 രൂപയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓവർ ഡ്രാഫ്റ്റായിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്നു. പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണ്, 50,000 രൂപയാണ്. 30,000 രൂപ നമുക്ക് ഓവർ ഡ്രാഫ്റ്റാണ്. അപ്പോൾ അങ്ങനെ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നത്. ഇതിനെന്തുണ്ട്, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഈടാക്കുന്നത്. ഇതൊരു കുറച്ച് ദിവസത്തേക്ക്, ഇപ്പോൾ ബാങ്ക് ലോണിൻ്റെയൊക്കെ കണക്ക് ഒരുപാട് കാലാവധിയൊന്നും ഇതിനില്ല. പെട്ടെന്ന് തന്നെ ഇതെന്ത് ചെയ്യണം, തിരിച്ചടയ്ക്കണം. ടെമ്പററി ഫിനാൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലോണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യുക, ക്യാഷ് ക്രെഡിറ്റ്. ഇറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ എഗ്രിമെൻറ്റ് അണ്ടർ വിച്ച് ബോറോവർ ഈസ് അലൗഡ് ആൻഡ് അഡ്വാൻസ് അണ്ടർ എ സെപ്പറേറ്റ് അക്കൗണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ ക്യാഷ് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് നൽകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ബിൽ ഓഫ് ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് ഈസ് എ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് വെയർ സെല്ലർ സെൽസ് ഗുഡ്സ് ഓർ സർവീസസ് ടു എ ബയ്യർ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന ഒരു ഇൻവോയ്സ് ഡിസ്കൗണ്ട് ആണ്. ഇതൊരു ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ സെല്ലർ എന്തോ ചെയ്യുന്നു, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ബയ്യർക്ക് നൽകുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ബിൽ ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അത് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന ആരാണ്, ബാങ്കാണ്. അപ്പോൾ നോക്കിക്കേ, ഏതൊക്കെ ബാങ്കുകളാണ്, നമുക്ക് അറിയാവുന്ന കുറേ ബാങ്കുകളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആക്സിസ് ബാങ്ക്, IDBI ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ഇന്ത്യ, ഓവർസീ ബാങ്ക്, കാനറ ബാങ്ക്, കോട്ടക് ബാങ്ക്, ICICI ബാങ്ക്, SBI, യെസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഹിന്ദുസ്ഥാൻ ബാങ്ക്, IDBI ബാങ്ക്, HDFC ബാങ്ക്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഉദാഹരണമായിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ബാങ്കുകളാണ് അല്ലേ. ഓക്കെ, നമ്മൾ ഇന്ന് എന്തൊക്കെ നോക്കി, നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇന്ന് ബാങ്ക് എന്താണെന്ന് നോക്കി, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് നോക്കി അല്ലേ. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് പറഞ്ഞു. അതിനകത്ത് നമ്മൾ 2 ഫങ്ഷൻസാണ് ഉള്ളത്, പ്രൈമറിയും സെക്കൻഡറി. അതിനകത്ത് നമ്മൾ പ്രൈമറി ഫങ്ഷൻസ് മാത്രമേ ഇന്ന് നോക്കിയുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് എന്താണ്, ഡെപ്പോസിറ്റ്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആണ്. അതിനകത്ത് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നോക്കി, സേവിങ് ഡെപ്പോസിറ്റ് നോക്കി, കറണ്ട് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി എന്താണെന്ന് നോക്കി, ബാങ്ക് ലോൺ എന്താണെന്ന് നോക്കി, ഓവർ ഡ്രാഫ്റ്റ് നോക്കി, ക്യാഷ് ക്രെഡിറ്റ് നോക്കി, ബിൽ ഓഫ് ഡിസ്കൗണ്ട് നോക്കി. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന്
വായിച്ച് നോക്കുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. വാട്ട് യു മീൻ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്? വാട്ട് ആർ ദ പ്രൈമറി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്? ക്യാഷ് ക്രെഡിറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ വിച്ച് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്? വാട്ട് യു മീൻ ബൈ ലെൻഡിങ് മണി? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്? ഓക്കെ, ഇപ്പോൾ ഇത്രയാണ്. ഇതൊക്കെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.